വചനപ്രദീപത്തിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ കർത്തൃ ദിവസത്തിൽ ആരാധനാത്മകമായ ഒരു ചിന്ത എൻ്റെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എലീശ പ്രവാചകന് വിശ്രാമസ്ഥലവും ഭക്ഷണവും ഒരുക്കി ശുശ്രൂഷിച്ച ശൂന്യങ്കാരി സ്ത്രീക്കുണ്ടായ ദുഃഖത്തിന് പരിഹാരം വരുത്തിയ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയിൽ ശൂന്യങ്കാരി സ്ത്രീയുടെ വീടിന് മുമ്പിലൂടെ കൂടെ കടന്നു പോകുന്ന ദൈവപുരുഷനെ ആദരിച്ചതിനാൽ അവളെ മാനിക്കുവാൻ ദൈവം പ്രസാദിച്ചു. അവൾ ധനികയായിരുന്നു. അവൾക്കുള്ള ധനം കൊണ്ടാണ് ദൈവത്തെ മാനിച്ചത്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്ന് ശൂന്യങ്കാരുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ലോകപ്രകാരം എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒരു മകൻ ഇല്ല എന്നത് അവരെ വളരെ ദുഃഖിപ്പിച്ചിരുന്നു. അവരുടെ ദുഃഖം മറ്റാരെയും അറിയിച്ചിരുന്നില്ല. എന്നാൽ എലീശ അവരുടെ സ്ഥിതി മനസ്സിലാക്കി അവർക്ക് അടുത്ത ആണ്ടിൽ ഒരു മകൻ ഉണ്ടാകുമെന്ന് പ്രവചിച്ചു പറഞ്ഞു. അവളുടെ ഭർത്താവ് വൃദ്ധനായിരുന്നുവെങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ച് കാത്തിരുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു മകൻ ജനിച്ചുവെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ആ ബാലൻ മരിച്ചുപോയി. എത്ര വയസ്സുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല. മുമ്പ് മക്കളില്ലാതിരുന്ന ആ ദുഃഖത്തേക്കാൾ വലുതായ ദുഃഖമാണ് അവർക്കിപ്പോഴുണ്ടായിരിക്കുന്നത്. അവൾ ആ ബാലനെ ദൈവപുരുഷന്റെ കട്ടിലിൽ കിടത്തിയ ശേഷം വേഗത്തിൽ കർമ്മേൽ പർവ്വതത്തിലെത്തി എലീശയെ വിവരമറിയിച്ചു. എലീശ തന്റെ വടി ഗേഹസിയുടെ കയ്യിൽ കൊടുത്തു. ബാലന്റെ അടുക്കൽ പറഞ്ഞയച്ചു. ആ വടി ഗേഹസി ബാലന്റെ മുഖത്ത് വെച്ചെങ്കിലും കുട്ടിക്ക് യാതൊരു വ്യത്യാസവും സംഭവിച്ചില്ല. പിന്നീട് എലീശയെ വരുത്തി മരിച്ചു കിടക്കുന്ന ബാലന്റെ സമീപത്ത് നിന്നുകൊണ്ട് എലീശ പ്രാർത്ഥിച്ചു. എലീശ ബാലന്റെ മേൽ കിടന്നു. എലീശയുടെ വായ് ബാലന്റെ വായുമേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിന്മേലും വെച്ചു. അവന്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂടുപിടിച്ചു. 2-ാം പ്രാവശ്യം ഇത് ആവർത്തിച്ചു. ഉടനെ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. ബാലനെ ജീവനുള്ളവനായി അവന്റെ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. ഏലിയാവും ഇതുപോലെ ഒരു കുട്ടിയെ ഉയർപ്പിച്ചതായി നാം വായിക്കുന്നു. മരിച്ച ഒരാളെ ജീവിപ്പിക്കുക എന്നത് ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമാണ്. ഇവിടെ പ്രവാചകന്മാരിലൂടെ ചില അത്ഭുതങ്ങൾ നടന്നുവെങ്കിലും ദൈവമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലെ മരിച്ചവരെ ജീവിപ്പിച്ചതായ സംഭവങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. മരണത്തിൻ്റെ മേലും അധികാരമുള്ള വ്യക്തിയാണ് നമ്മുടെ കർത്താവ് എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുക മാത്രമല്ല, താൻ തന്നെ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണം പ്രധാനമായി 3 നിലയിൽ ഉണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അതിൽ ഒന്നാമത് നമ്മുടെ ആത്മമരണമാണ് സംഭവിച്ചത്. ഏദനിൽ വെച്ച് നമ്മുടെ ആദിമ പിതാവായ ആദം പാപം ചെയ്തതിലൂടെ സർവ്വ മനുഷ്യരിലും ആ പാപം പരന്നിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെ ആത്മാവിൽ മരണം സംഭവിച്ച അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന മനുഷ്യനും അവൻ ശരീരമരണത്തിനും വിധേയപ്പെട്ടവനാണ്. അതുമാത്രമല്ല, ആത്മമരണം സംഭവിച്ച മനുഷ്യന് നിത്യമായ മരണവും അഥവാ 2-ാം മരണമായി തീപ്പൊയ്കയും അവശേഷിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. നാം എല്ലാവരും ആ നിലയിൽ ആത്മമരണം സംഭവിച്ചവരും നിത്യമായ മരണത്തിന് വിധേയപ്പെട്ടവരുമായിരുന്നു. എന്നാൽ അതിൽ നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ ജീവനായ രക്തം ഊറ്റിത്തന്നത്. നമ്മളെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു താൻ നീതിമാനായിരുന്നവൻ നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. നാം മരണാധികാരിയായിരുന്ന പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ
നാം ആയിരുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവ് എലീശ ആ കുട്ടിയോട് ഏകീഭവിച്ചു. ആ കുട്ടിയെ പോലെ ആയിത്തീർന്നു. ആ കുട്ടിക്ക് വേണ്ടി താണിറങ്ങിയ എലീശയുടെ അനുഭവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണ്ടത് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചവനെങ്കിലും ആത്മാവിൽ ജീവിക്കപ്പെട്ടവനായി നമുക്കായി നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ പാദത്തിൽ നമുക്കെല്ലാം മഹത്വം അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു, നിത്യമരണത്തിന് വിധേയപ്പെട്ടവരായിരുന്നു. എന്നാൽ ഞങ്ങളായിരുന്ന സ്ഥാനത്തേക്ക് അവിടുന്ന് താണിറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചതുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ജീവനായ രക്തം ഊറ്റിത്തന്നതുകൊണ്ട്, ഞങ്ങളെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനിലേക്ക് ആനയിച്ചതുകൊണ്ട് ഞങ്ങൾ സർവ്വമഹത്വവും അങ്ങേ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.